എന്റെ കൂടെ മുക്കാൽ ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. ഈ വേണ്ടാത്ത കമ്പനി ഇടുന്ന ബേളന്മാർ ഒരു കാൽഭാഗാവുള്ളൂ. അല്ലാണ്ട് മുക്കാലാളും എന്റെ കൂടെ തന്നെയാ ഉള്ളത്. പൊന്നാര സാബിത്താത്ത, ഇങ്ങളെ കൂടെ മുക്കാല് പോയിട്ട് ഒരു 5 ആള് പോലും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. ഒരു 5 ആള് പോലും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. നിങ്ങൾ ലോക വിഡിത്തങ്ങളാണ് പൊന്നാര സാബിത്താത്ത വിളിച്ചു പറയണത്. ഇപ്പൊ നിങ്ങൾ വിവാദത്തിലായി നിൽക്കുന്നത് നിങ്ങൾ കണ്ട സ്വപ്നമാണ്. എന്തൊക്കെ വിഡിത്ത പൊന്നാര സാബിത്താത്ത നിങ്ങൾ വിളിച്ചു പറയണത്. കമന്റ് ബോക്സിൽ പിന്നെ ആരെങ്കിലും നിങ്ങളെ തെറി വിളിക്കാതെ വെക്കുമോ? നിങ്ങൾക്ക് വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്യണ ഏതെങ്കിലും 2 കമന്റുകൾ പൊന്നാര സാബിത്താത്ത നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇങ്ങളെ തെറ്റുകൾ കണ്ട് അതിനെ തിരുത്തി തരുന്ന ഉസ്താദുമാർക്ക് അത്രക്കും സപ്പോർട്ടാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സാബിത്താത്ത എന്തൊക്കെയോ വിളിച്ചു പറയല്ലേ, നല്ല മാന്യമായിട്ട് നമ്മൾ സംസാരിക്കണേ. എന്തൊക്കെയോ വിളിച്ചു പറയല്ലേ. നിങ്ങളെ കണ്ട സ്വപ്നമൊക്കെ എന്തൊക്കെ പൊന്നാര സാബിത്താത്ത നിങ്ങൾ വിളിച്ചു പറയണത്. ഇത്തരത്തിലുള്ള സംഗതികൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളെ വീഡിയോന്റെ അടിയിൽ അത്രക്കും കമന്റുകൾ വരും. അപ്പോൾ ആ കമന്റുകൾ കൂട്ടത്തിൽ പൊന്നാര സാബിത്താത്ത നിങ്ങൾക്ക് സ്വപ്നമൊന്നും കാണാൻ കഴിയൂല എന്നുള്ള ഒരുപാട് കമന്റുകൾ വരും. പിന്നെ എന്തിനോ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മുക്കാഭാഗം ആൾക്കാർ എൻ്റെ കൂടെ. എന്ത് മുക്കാഭാഗം ആൾക്കാർ? ഏത് മുക്കാഭാഗം? മുക്കാല് പോയിട്ട് 99% ആൾക്കാർ നിങ്ങളെ സംസാരത്തിന് എതിരാണ്. എതിരേ പറയുള്ളൂ. ആരും സപ്പോർട്ട് ചെയ്ത് ആരും സംസാരിക്കൂല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന 2 വാക്ക് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ ചില വീഡിയോസുകളിൽ കാണാൻ നിങ്ങൾ ഇങ്ങനെ അദ്ദാന്ന് റാത്തീബ് കുത്തുബൈത്ത് ചിലൊക്കെ വേണം. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ലുങ്കി ഡാൻസ് ആയിരിക്കും. പിന്നെ എങ്ങനെ ആ പൊന്നാര സാബിത്താത്ത ആൾക്കാർ നല്ലത് പറയാ അല്ലേ? ചിലതിൽ അദ്ദാതും മറ്റേ ഹദീസൊക്കെ ആയിട്ട് വരും. അടുത്ത വരുന്ന വീഡിയോ ചിലപ്പോൾ ലുങ്കി ഡാൻസും അമ്മായി വേറെ DJ ഓരോ മ്യൂസിക്കായിട്ട് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ നിൽക്കി. നിങ്ങൾ ഉപദേശിക്കല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പിന്നെ എങ്ങനെ അങ്ങനത്തെ സ്വപ്നങ്ങളും ഇത്തരത്തിലുള്ള ഹദീസും മന്ത്രിച്ചൂതലും അതെങ്ങനെ സാധിക്കും? അപ്പൊ വെറുതെ എല്ലാ ആളുകൾ വട്ടം വിട്ട് കമന്റ് ചെയ്യണത്. അപ്പൊ സാബിത്താത്ത നല്ലോണം മനസ്സിലാക്കുക. മനസ്സിലായില്ല? നമുക്കെന്തോ ദേഷ്യം ഉണ്ടായിട്ടല്ല, നമുക്ക് വൈറലാവാനും വേണ്ടിയിട്ടുമല്ല. അപ്പൊ സാബിത്താത്ത മനസ്സിലാക്കുക. നിങ്ങളെ വീഡിയോന്റെ അടിയിലുള്ള കമന്റുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മാറ്റം വേണോ ഇല്ലയോ നിങ്ങൾക്കേ മനസ്സിലാവും. പൊന്നാര സാബിത്താത്ത അപ്പോൾ വെറുതെ പറയല്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.